ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ടോ. ആക്ച്വലി ഞാൻ എഴുന്നേറ്റ് പിന്നെയും കിടന്നു. ഷിജേട്ടൻ രാവിലെ പോയി. അപ്പോൾ ഷിജേട്ടനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഷിജേട്ടൻ പറഞ്ഞു വിട്ട് എനിക്ക് കുറച്ചും കൂടെ സമയമുള്ളതുകൊണ്ട് ഞാൻ വന്ന് കിടന്നു. ഷിജേട്ടൻ പോയ പോലെ ഉണ്ട് അടുക്കളയൊക്കെ. അപ്പം നമുക്ക് എഴുന്നേറ്റ് ഇന്നത്തെ ഷിജേട്ടൻ പോയതിന് ശേഷമുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് കാണാം ഓരോന്നായിട്ട്. ഗൈസ്, ഈ എഴുന്നേറ്റാൽ ഇപ്പോൾ എൻ്റെ റൂട്ടീൻ എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് നോക്കലാണ്. അപ്പോൾ ഞങ്ങളീ കാണിക്കാം, വല്ല വെയിറ്റൊക്കെ ആണ്. ആക്ച്വലി സെഞ്ചുറിയോട് അടുക്കുകയായിരുന്നു. പിന്നെ ഞാനൊന്ന് തീറ്റാൻ കുറച്ചപ്പോൾ മെല്ലുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി എഴുന്നേറ്റ് ഞാൻ വെയിറ്റ് നോക്കും. സോ ടുഡേ വിൽ ഓൾസോ സീ. അപ്പം ഞാൻ ഫോൺ മാറ്റി വെക്കുകയാണ്, കാരണം എൻ്റെ മെയിൻ വിഷയം. ഓക്കെ, ഫോൺ ഇവിടെ വയ്ക്കട്ടെ, എന്നിട്ട് വെയിറ്റ് വന്ന് ഡിസ്പ്ലേ ആയാൽ വീഡിയോ എടുക്കാം. ഓക്കെ. യെസ് ഗായ്സ്, 83.8 kg. എപ്പോഴാണ് ഒരു 70 എത്തിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു, അറിയില്ല. അപ്പോൾ നമുക്ക് ഇനി അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിലേക്കല്ല, ഹോളിലേക്ക്. എൻ്റെ ഷിജിമോൻ തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് ശനിയാഴ്ചയാണല്ലോ, എനിക്ക് ഞാൻ അലക്കും. സോ അയലൊക്കെ ഒഴിവാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്ത് നീറ്റായിട്ടാണ് മടക്കി വെച്ച്. എന്തെങ്കിലും സജഷൻ പറയാമെന്ന് വിചാരിച്ച് പറയാം. ഞാൻ നിന്നേക്കാളും നല്ലോണം മടക്കുന്നു. ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫായാം. അപ്പോൾ നമുക്ക് ഇനി അടുക്കളയിലേക്ക് പോകാം ഗൈസ്. നമ്മുടെ അടുക്കള. ഷിജിയേട്ടന് രാവിലെ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, പിന്നെ സോറുണ്ടാക്കി കൊടുത്തു. ഇത് രാത്രിത്തേക്കുള്ള സോറ്. ഓക്കെ, പിന്നെ മോരുകറി. മൊത്തം കുറച്ച് കരിഞ്ഞു പോയി, പക്ഷെ കറി സെറ്റാണ്. ഇനി എനിക്കുള്ള ബ്രൊക്കോളി, രാവിലത്തേക്കുള്ള അവോക്കാഡോ, പിന്നെ കഴുകാനുള്ള പാത്രങ്ങൾ. അപ്പം ഞാൻ ഈ പാത്രം കഴുകാം. ഓക്കെ, അതിൻ്റെ നടുവിൽ എനിക്കൊരു കോഫി ഉണ്ടാക്കണം. അത് കോഫി അടുപ്പത്ത് വെച്ചിട്ട് പാത്രം കഴുകാം. സോ ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചു. ഇനി അപ്രോക്സിമേറ്റ്ലി വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത്ര മതി. ഓക്കെ, ഇനി ഇത് തിളക്കട്ടെ. അപ്പോഴത്തേക്കും പാത്രം കഴുകാം. ശീലമാണ്. ഒരുപാട് നാളായി കാത്തിരുന്നു. കടയിൽ വെച്ചപ്പോൾ
ഗൈസ് നമ്മൾ വെച്ച എന്തായിരുന്നു കാപ്പിക്ക് വേണ്ടി, അതായത് ബുള്ളറ്റ് കോഫി. ഓക്കെ, ബുള്ളറ്റ് കോഫിക്ക് വെച്ച വെള്ളം ചൂടായി. ഇനി കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഓക്കെ, കോഫി പൗഡർ കളകളെ ഡൺ. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിനെ എടുത്തിട്ട് വരാം കേട്ടോ. അയ്യോ, ഇത് കഴുകില്ല, കുഴപ്പമില്ല, ഉച്ചയ്ക്ക് കഴുകുക, മൂടില്ല ഇനി കഴുകാനുള്ളത്. ഇനി നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് പോവാം. ഫ്രിഡ്ജിൽ പോയാൽ നമ്മൾ കാണുക ലോട്ട്സ് ഓഫ് മുട്ട. നമുക്ക് വേണ്ടത് ഒരു പാല് വേണം. സോ അവക്കാഡോ ആൻഡ് ബട്ടർ കോഫി, അതായത് ബുള്ളറ്റ് കോഫിക്കുള്ള ബട്ടർ. അതിൽ ജസ്റ്റ് ഒരു ക്യൂബ് ബട്ടർ ഞാൻ എടുക്കും, അതായത് ഈ ഒരു സൈസ്. ഓക്കെ, ആൻഡ് ക്ലോസ് ആൻഡ് കീപ് ഇറ്റ് ഇൻ ദി ഫ്രിഡ്ജ്. സോ അഗെയിൻ നമ്മൾ അടുക്കളയിലേക്ക് പോകും. And here is my coffee cup. And ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കും. യെസ്, ആൻഡ് മിക്സ്. ഞാൻ തണിയട്ടെ. അപ്പോഴേക്ക് നമുക്ക് അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കാം വിത്ത് ഡേറ്റ്സ്. നമുക്ക് ഗൈസ് ഡേറ്റ്സ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എവിടെയാ ചട്ടിയില്ലാന്ന് വിചാരിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഡേറ്റ്സ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഈ അവക്കാഡോ തന്നെയാണ് നല്ല പഴുത്ത് സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു പോഷൻ മതി എനിക്ക് സ്മൂത്തിക്ക്. സോ വിൽ സീ, കാണാം. നൗ നമ്മൾ അവക്കാഡോയുടെ സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ്. ഇത് നമ്മുടെ അവക്കാഡോ ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല പഴുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. വാവ്. സോ ഈ ഭാഗം ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ടാക്കും. ഈ ഭാഗം ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൽ വെള്ളമൊക്കെ പൊക്കി അങ്ങനെ സ്കൂപ്പായിട്ട് എടുക്കും. ക്യാൻ സീ എത്ര സ്മൂത്തായിട്ട് വരുന്നതെന്ന് നോക്കിയേ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് മതി. ഇനി ഇതായിട്ട് ഉണ്ടാക്കാൻ വയ്യ. സോ ഇന്ന് കുറച്ച് ഹെവി ആയിക്കോട്ടെ കേട്ടോ. ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പഴുത്ത് കിട്ടും കേട്ടോ. ഞാനിത് അരിയിൽ വെച്ചിട്ടാണ് പഴുപ്പിച്ചത്. ഓക്കെ, ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പാല്, ഗുഡ് ലൈഫിന്റെ പാലാട്ടോ. നമ്മൾ ഡയറക്റ്റ് പാലിവിടെ വെയിറ്റ് ചെയ്യൂ. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഈത്തപ്പഴം, മധുരം കുറച്ച് ഓവറാണ്, ശരിക്കട്ടെ. ഞങ്ങൾക്ക് അടിച്ചെടുത്തിട്ട് വരാം. ക്രീമി അല്ലേ? ഞങ്ങൾക്കിത് സെർവ് ചെയ്യാം. ഞാൻ ബൗളിലായിട്ട് എടുക്കും കേട്ടോ. ദിസ് ഇസ് ഫോർ ഇവിടെ നിൽക്കട്ടെ. ഇത് രാത്രിയും കൂടെ കഴിക്കാൻ, പക്ഷെ ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കാൻ എനിക്ക് തോന്നുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ഗ്ലാസ്സിലും കൂടെ ഞാൻ പറഞ്ഞില്ല, അത് വലുതായിരുന്നു. വലുതായതുകൊണ്ട് ഒരു ഗ്ലാസ്
ഇത് എനിക്ക് രാവിലത്തേക്ക്, അപ്പം ഇത് നിങ്ങൾ കണ്ടില്ലല്ലേ, ഇത് ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഓക്കെ, കോഫി കുടിക്കാം. ഇങ്ങനെയായിട്ടുണ്ടാവാം. നല്ല മിക്സ് ചെയ്ത് നീ കരിഞ്ഞു വരും. ഓക്കെ, സോ ഹിയർ ഐ എം ഗോയിങ് ടു ഡ്രിങ്ക്. ഞാൻ കുടിക്കാൻ പോവാം കേട്ടോ. വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ലതാണ്. നല്ലത് രാവിലെ തന്നെ കുടിക്കുന്നത് വെറും വയറ്റിൽ കേട്ടോ. നമ്മളെ നടിമാരൊക്കെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുള്ളറ്റ് കോഫിയിലാണ് പോലും. അവർ ഭയങ്കരമായിട്ട് പറയും, ഓ ബുള്ളറ്റ് കോഫിന്ന്. പക്ഷേ എന്ത് സിമ്പിളാ, ജസ്റ്റ് കാപ്പിപ്പൊടി ഇടുക, എന്നിട്ട് ആയി വന്നാൽ അതിൽ കുറച്ച് ഒരു ക്യൂബ് എന്താനായിട്ട് ബട്ടർ ഇടുക, കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഗ്ലാസ് പോയി കഴുകി വെച്ച് മുഖമൊക്കെ കഴുകി വരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ കുടിച്ച് വന്നു കേട്ടോ. നമുക്ക് ഷെൽഫ് വന്നിട്ട് ഏത് സാരിയാണ് ഉടുക്കുക നോക്കാം. നല്ല ഡൗട്ട്സ് ഉണ്ട്. ഏതാ ഉടുക്കുക ഭഗവാൻ? സിമ്പിളായിട്ട് ഉടുക്കാൻ വേഗം പറ്റുന്ന ഏതാ? ഓക്കെ, ഈ സാരി ഉടുക്കാം. കുറേ കാലം എടുത്തിട്ട് ഞാൻ ഈ ഫോണും വെച്ച് വലിച്ചാൽ അപ്പോൾ എൻ്റെ ആൾമാർ മൊത്തം ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ അതെടുത്ത് സാരി ഉടുക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ സാരി ഉടുത്ത് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഇതിനുള്ള ആടയാഭരണങ്ങൾ ഇടണം. സോ നമുക്ക് കാണാം. ആദ്യം ഞാൻ വാങ്ങിച്ചെടുത്ത സമയത്ത് നോക്കട്ടെ. അയ്യോ കൃഷ്ണ, 9:20 കാണുന്നില്ല. അപ്പം നമുക്ക് സമയം ഇനി കുറച്ചേ ഉള്ളൂ. എല്ലാം ചടപടയും നമ്മൾ ചെയ്യാം. വള ഈ കുപ്പിയോടെ ഇടാം. ഓക്കെ, വേഗം പോകണ്ടേ, പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനെങ്കിൽ വേഗം പോകും, ബുദ്ധിമുട്ടില്ല. പണിയായില്ല. നമ്മൾ വളം ഇട്ടു. ഇനി ആസ് യൂഷ്വൽ നമുക്ക് കാണാം. സമയം 9:30. നമ്മൾ വേഗം പോയിട്ടുള്ള സീന. മോതിരങ്ങൾക്ക് അയച്ചു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് മോതിരിടാം. എൻ്റെ ശരിയായിട്ടാ. ഓക്കെ 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 ഗൈസ്, മോതിരിട്ടു. ഓക്കെ, ചിന്ന ലിപ്സ്റ്റിക് ഇട്ടാൽ നമുക്കൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത ഒരു പ്രതിനിധിയാണ്. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. സുന്ദരി കൊണ്ടുപോവാം ഒരു സേഫ് സൈഡിന്. എനിക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച അവോക്കാഡോ സ്മൂത്തി ഇല്ലേ, അത് കഴിക്കാനുണ്ട്. ക്യാമറ നല്ല എന്താ നേരം മിൽക്ക്. ആക്ച്വലി എന്താ ഇത്ര ലേറ്റ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിച്ചു വരുന്ന 8:30 ആകുമ്പോഴത്തേക്ക് പോവാം. പക്ഷേ 8:30 നാളെ ഉള്ളൂ. ഓക്കെ, ഈ കമ്മല് മാച്ച് ചെയ്യാം.
എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എത്രയുടെ വീലും ഈ കമ്മലാണ്, എനിക്ക് ഓർമ്മയില്ല. എന്നല്ലേ നമ്മളിനി മറന്നു പോകാണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ID കാർഡ് ഇപ്പോഴേ ഇട്ടേക്കാം. ID കാർഡ് ഇട്ടു. എൻ്റെ സിറം കാലിയാവാറായി. നമ്മൾ മൊത്തം ഉപയോഗിക്കണമല്ലോ. ഓക്കെ, അങ്ങനെ എടുത്തു. ഇനി ആ സൺഡേ പുതിയത് പൊളിക്കും. സൺഡേ എന്ന് പറഞ്ഞാൽ നാളെ. ഓക്കെ ഗൈസ്, എൻ്റെ കമ്മൽ ഇങ്ങനെ മുഖം പിടിച്ച് കുളിക്കുക, ചെവിന്ന് കമ്മൽ വീഴാണ്ടിപ്പോ. പുതിയ സൺസ്ക്രീനിന്റെ ഇത് പൊളിച്ച് പക്ഷേ എടുത്തോട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ 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 മൂക്കിനൊരു ററ, കുറച്ച് കഴുത്തിന്. ഇനി നമ്മൾ ഈ 2 കൈ എടുക്കുന്നു, പരത്തുന്നു. നല്ല പരത്തുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്മലിപ്പോൾ അഴിഞ്ഞു പോകും. ഓക്കെ, സുന്ദരിയായി, സ്വയം സുന്ദരിയായി എന്ന് പറഞ്ഞു ഞാൻ ആശ്വസിക്കുന്നു ഗൈസ്. അടുത്ത് വരട്ടെ. കണ്ണാടി നോക്കുന്നതൊക്കെ നല്ല ക്യാമറ നോക്കുമ്പോഴാണ്. ഇനി നമുക്ക് ഓയ്യോ ഡ്രസ്സിൽ വെച്ചു, ആ ശീലം മാറൂല. ഞാനേ ഇവിടെ നോക്കിയിട്ട് ഓ അങ്ങനെ സിന്ദൂരം തൊട്ടു. ആക്ച്വലി ഇതെനിക്ക് പുതിയ സിന്ദൂര ചേട്ടമായി തന്നെ, അപ്പോൾ നല്ലതുണ്ട്, എനിക്കിഷ്ടമായി. ഇനി നമുക്ക് പൊട്ട് തൊടാം. അതായത് സ്വാതി വന്നിട്ടുണ്ടായേ. അപ്പോൾ സ്വാതി ഈ ബോക്സ് കണ്ടിട്ട് ഇതിപ്പോൾ ഉണ്ട് എന്നുള്ള, കാരണം തൻ്റെ കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ള ബോക്സാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്റ്റിൽ ഞാൻ അതന്നെ യൂസ് ചെയ്യുന്നത്. കണ്ണ് നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് തന്നെ കുറച്ച് ഐ ഷേഡുമായിട്ട് ഇട്ട് കൊടുക്കാം. ഇരിക്കട്ടെന്നേ, എന്തിനാ കുറക്കുന്നേ, സനീസുള്ള. ബ്രഷ് എടുക്കുക, സ്പ്രെഡ് ചെയ്തെടുക്കുക, ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കുക. യാ, ഇനി ഇപ്പത്തെയും അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാനിവിടെ റെഡിയായി. റെഡിയായില്ലേ? വേറൊന്നും വേണ്ട. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ, ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്യട്ടെ. അല്ലേ വേണ്ട, ഈ സ്റ്റാൻഡ് എടുത്ത് പോവാം. നമുക്ക് എവിടെ പോവാം? ലൈറ്റ് ഓഫാക്കി, എല്ലാം ഓഫാക്കി നമുക്ക് അവോക്കാഡോ സ്മൂത്തി കഴിക്കാം. ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇരുന്ന് കഴിക്കാനുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് അവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്. സോ ഈ ഭാഗത്ത് പ്രദർശിപ്പിക്കാൻ ക്യാമറയെ ഓക്കെയാണ്. സോ ദിസ് ഇസ് മൈ avocado smoothie. Super. ചിലർക്ക് ഈ അവോക്കാഡോന്റെ ഫ്ലേവർ ഇഷ്ടമല്ല. എന്തുകൊണ്ടാന്നോ? ഈ പൊട്ടന്മാര് അവോക്കാഡോ
പഴുക്കുന്നതിന് മുമ്പേ വാങ്ങിക്കും. ആക്ച്വലി ഇത് നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ്. കുറച്ച് വെയിറ്റ് ചെയ്യണം. അരിയിൽ വെച്ചാൽ വേഗം പഴുക്കും. നിങ്ങളൊന്ന് കട്ട് ചെയ്യുമ്പോൾ കണ്ടതല്ലേ എന്ത് നല്ലോണം പഴുത്തിന്. സൂപ്പർ. ഞാൻ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, കാരണം ഡയറ്റാണ്. പഞ്ചസാരയും കൂടെ ഇട്ടാൽ സൂപ്പറായിരിക്കും. ഒരു ഐസ്ക്രീമും കൂടെ സ്കൂപ്പ് ഉണ്ടെങ്കിൽ അതിലേക്കാണ് സൂപ്പറായിരിക്കും. എനിക്കിഷ്ടായി. So my breakfast done. അത്ര സിമ്പിൾ അല്ലേ? ഞാൻ എന്തെങ്കിലോ കഴിക്കുന്നെങ്കിൽ എന്തൊക്കെ പണിയുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കുടിക്കാം. ഞാനേ എന്തോ ചെയ്യാനുണ്ടോ, ഈ ഗ്ലാസ് കഴുകിയിട്ട് വരാം. ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. ലിപ്സ്റ്റിക് ഒന്നും പോയിട്ടില്ല. ക്യാമറയിൽ നിന്ന് ഫോൺ എടുക്കുന്നു. പോവാൻ റെഡിയാകുന്നു. ആക്ച്വലി ബാഗിൽ ഇന്ന് കുഞ്ഞു ബാഗ് എടുക്കുന്നത്, കാരണം കോളേജിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് ലാപ്ടോപ്പ് കൊണ്ടുവരാനുണ്ട്. സോ ഈ ബാഗ് പോകുമ്പോൾ ഈ ബാഗ് മതി. പിന്നെ കീ എവിടെയാണ് വെച്ചത്? എനിക്ക് ക്യാബ് ബുക്ക് ചെയ്യണം. അപ്പോൾ ഫോണ് ആവശ്യകത ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബ് വന്നിട്ടുള്ള വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്യാബ് ബുക്കായിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് ഡോർ ക്ലോസ് ചെയ്ത് കോളേജിലേക്ക് പോയാലോ? യെസ്. ചപ്പൽ പോകുന്നു. അപ്പോൾ ഞാൻ പോകുകയാണ് ഗൈസ്. അക്ക ഉള്ളിലാണുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്യാബ് ഈസ് ഓൺ ദ വേ. 3 minutes കാണിക്കുന്നുണ്ട്. മഴ പെയ്യോ? ഇല്ല, വെയിലായിരിക്കും. ക്യാബ് വന്ന് കോളേജിൽ പോയി. കോളേജിൽ നിന്ന് കുക്കിംഗ് വിത്തൗട്ട് ഫയർ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അതെനിക്കറിയില്ല വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും. എൻ്റെ മൂഡ് പോലെ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതൊക്കെ ആയിരിക്കും. ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ ഹാഫ് ഡേ ആണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വരും. അപ്പോൾ നമുക്ക് എല്ലാം കാണാം ഇന്നത്തെ. ഗൈസ്, എനിക്ക് പോകാനുള്ള ഓട്ടോ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. പോവുകയാണ് കോളേജിൽ. ഇല്ല മേഡം, ഡ്രോപ്പ് ചെയ്തു. എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അതെ, BJPയുടെ എന്തോ പരിപാടിയാണ്. ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ്. അതായത് ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. മൊത്തം റോഡിൻ്റെ അവസ്ഥയും ദയനീയമായിരിക്കുന്നു.
കോളേജിൽ എത്തി. അപ്പം ഞാൻ പേയ്മെൻറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഇനി അതിലുള്ള ഓരോന്ന് കാണിക്കാം. കോളേജിലെത്തി ഗൈസ്. പേയ്മെൻറ്റ് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ലേറ്റായി, ഇനി പഞ്ച് ചെയ്യാൻ ലേറ്റാവും. സോ സീ ഓക്കെ. ഞാൻ സ്റ്റാഫ് റൂമിൽ വന്ന് അരുണ മാം ഭയങ്കര പഠിത്താട്ടോ, ക്ലാസ് ഉണ്ട്. അത് ലക്കി അരുണ മാമിൻ്റെ മോള കണ്ടോ, ഭയങ്കര കുളിയൊക്കെ കഴിഞ്ഞ് ഡയറക്റ്റ് വന്ന് പഠിക്കുക. എന്താല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ക്യാബിനെത്തി. ഇതാ നമ്മുടെ ഗണു. എനിക്ക് ഫസ്റ്റ് ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ, 23rd. അപ്പോൾ ഗൈസ്, ഇനി എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം. അത്രയേ ഉള്ളൂ. കാരണം എപ്പോഴും ഇവിടെ നടക്കുന്ന കോളേജ് അത് കാണിച്ചിട്ടെന്താ, അതല്ലേ കാണിച്ചത്. സോ ഇന്ന് എന്തെങ്കിലും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ, പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ ഇനി നമുക്ക് താഴെ പോവാട്ടോ കുക്കിംഗ് വിത്തൗട്ട് ഫയർ കാണാൻ. അപ്പോൾ നമുക്ക് കാണാം. യൂട്യൂബിൽ വരുവാടാ. അമ്മേ pare.
അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. സമയം ഇപ്പോൾ 2:30 ഇനി ഫുഡ് പ്രത്യേകിച്ചൊന്നും വേണമെന്ന് തോന്നുന്നില്ല, കാരണം വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നല്ല ദാഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. ഞാൻ പോവാം, എല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം വീട്ടിലേക്ക്. ലാപ്ടോപ്പ് എടുത്തു, എല്ലാം പാക്ക് ചെയ്തു. ഇനി ആപ്രോൺ കഴുകാനുണ്ട്, അതും കൂടെ പാക്ക് ചെയ്യട്ടെ. അങ്ങനെ എടുക്കാം. നമുക്ക് പോവാം. ഇനി നമുക്ക് ബസ്സിൽ കയറി അവിടെ ഇറങ്ങിയിട്ടൊക്കെ കഥ പറയാം. ഓക്കെ, ലേറ്റ് ആയില്ലേ? ഞങ്ങൾ പോവുകയാണ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട്. സുഷ്മ മാം, ഐ ഡിഡ്ന്റ് ഷോ ഇൻ മൈ വ്ളോഗ്. സുഷ്മ മാം, ഓക്കെ. ദിസ് ഈസ് സാന്ദ്ര മാം. കാണുന്നു, ഫേമസ്. ഓക്കെ, അപ്പോൾ ഞാൻ പഞ്ച് ചെയ്തിട്ട് പോട്ടെ. അങ്ങനെ ഗൈസ്, ബസ് ഇറങ്ങി നടക്കുകയാണ്. നല്ല ട്രാഫിക്കാണ്. സോ ഇങ്ങനെ നടന്ന് വീട്ടിലെത്തണം. ഫുൾ ട്രാഫിക്. ഓക്കെ, ക്യാൻ സീ. ഹോൺ അടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഹോണടി കേൾക്കണ്ട. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് ഓക്കെ. അങ്ങനെ ഗൈസ്, ഞാൻ വീട്ടിലെത്തി. നല്ല വെയിലായിരുന്നു. ബസ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയതല്ലേ, അപ്പോൾ ക്ഷീണിച്ചു. അപ്പം ഇങ്ങനെ കാലും നീട്ടി ഇവിടെ ഇരിക്കുകയാണ്. വയറ് ഫുള്ളാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പ്ലാനും ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഞാൻ കാര്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം. കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും കണ്ടൻറ്റ് കാണിക്കാനുള്ള ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്തായാലും രാത്രി വരെ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കണമല്ലോ നിങ്ങളെ. അപ്പം ഞാൻ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. ഉറങ്ങുന്നതിൻ്റെ ഈ സാരി മാറ്റുന്നതിന് മുമ്പ് എനിക്ക് യൂട്യൂബിലെ ഷോർട്സ് എടുക്കണം. അതാണല്ലോ എൻ്റെ ഡെയിലി റൂട്ടീൻ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഹായ്, ഹലോ. അപ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു പോയ ഞാനായിരുന്നു നല്ലൊരു ഉറക്കം പാസ്സാക്കി. നോക്കണ്ട സാരിയിലോന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വെച്ചിരിക്കും കിടക്കുക. പക്ഷെ അങ്ങോട്ട് ഉറങ്ങും. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നല്ല ഉറക്കം കഴിഞ്ഞാൽ കണ്ണൊക്കെ നോക്കിയേ. എൻ്റെ പൊട്ട് പോലും കാണാനില്ല. ഇതാണോ പൊട്ട്? ഇനി വീഡിയോ എടുക്കണമെങ്കിൽ പുതിയ പൊട്ടും ഒക്കെ സെറ്റാക്കണം. പക്ഷെ എനിക്ക് ചെറുതായിട്ട് വിശപ്പ് തോന്നുന്നു. വെള്ളം എഴുന്നേറ്റിട്ട് രാവിലെ ഉണ്ടാക്കി വെച്ച അവോക്കാഡോ ഇല്ലേ, അത് കഴിക്കാം. നല്ല വിശപ്പ്. അയ്യോ, സാരിയൊക്കെ പോയാച്ച് ഹീറ്റർ ഇട്ടിട്ടില്ല കുളിക്കാനും. നമ്മൾ ഹീറ്റർ ഇടുന്നു. ഞാൻ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ് പോയത് ഭഗവാനെ. നമുക്ക് അവോക്കാഡോ എടുക്കാം. ഗുരു മീനിൻ്റെ സൗണ്ട് പിള്ളേരൊക്കെ പൊക്കുമ്പോൾ കളിക്കുന്നുണ്ട്. വിശക്കുന്നു ഭഗവാൻ. എടുത്തിട്ട് വരാം. സ്പൂൺ സ്പൂൺ സ്പൂൺ.
ഇതൊക്കെ ഫുഡ് ഇന്ന് കോളേജിൽ നിന്ന് പിള്ളേരുണ്ടാക്കിയ ഓരോ കാര്യങ്ങളാണ്. എനിക്ക് കഴിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓക്കെ. പിള്ളേർ അപ്പം നമുക്ക് രാവിലെ വെച്ച തന്നെ കഴിക്കാം. തണുപ്പ് ചൂട് പോലെ ഊതി കുടിക്കുക എൻ്റെ ശീലമാട്ടോ. തണുപ്പ് ഐസ്ക്രീമായാലും ജസ്റ്റ് ഇങ്ങനെ ഊതിപ്പോവും. ഐ തിങ്ക് ഈ സൈഡാണ് ക്ലിയറാണ് അല്ലേ? എല്ലാം കണക്കാണ്. അടുത്ത ലൈറ്റ് ഇട്ടിട്ടില്ല, പക്ഷെ എനിക്കിപ്പോൾ കൈയെല്ലാം എണീക്കാൻ. രാവിലെ തണുപ്പില്ലാണ്ട് കഴിക്കാൻ നല്ല ഉണ്ടായിരുന്നു. തണുപ്പുള്ളതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. രാത്രി എന്താ കഴിക്കാം? ആ ബ്രൊക്കോളി ഉണ്ടായിരുന്നിട്ട് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. ഇനി ഞാൻ ബ്രൊക്കോളി ഓംലേറ്റ് ആക്കണം. വിശന്നാൽ ഇത് കഴിക്കുന്നില്ലേ? ഇനി അറിയില്ല ഇനി വിശപ്പ് പോയില്ലേ ഒന്നും. തണുപ്പുള്ളതോ ചൂടുള്ളതുമായ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ പല്ലുകളിൽ ഒരു പുളിപ്പേറിയ ഒരു അനുഭവപ്പെടുന്നുണ്ടോ? യെസ്, അനുഭവപ്പെടുന്നുണ്ട്. ആ എക്സ്പ്രഷനായിരുന്നു നിങ്ങൾ കണ്ടത്. എന്താ പിള്ളേര്? അപ്പം ഞാനിത് നല്ല കഴിക്കട്ടെ. കഴിച്ചിട്ട് യൂട്യൂബിൻ്റെ വീഡിയോ ഒറിജിനലായിട്ട് ഞാൻ എടുക്കും. എടുത്ത് തന്നെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ. യൂട്യൂബിൻ്റെ വീഡിയോ എടുത്ത് ശേഷം സാരിയൊക്കെ മാറ്റി ഇനി കുളിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോഴത്തേക്കും ഒന്നുകൂടെ ബൈ. ഹേ ഗായ്സ്, ഇപ്പോൾ 9 മണിയായി. ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് പോയതാ. പക്ഷേ അതൊന്നും നടന്നില്ല. വീഡിയോ എടുക്കൽ നടന്നു. സോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാൻഡൊക്കെ വെച്ച് ഇവിടെ നോട്ടോ ഞാൻ വീഡിയോ എടുത്ത്. അവിടത്തൊക്കെയാണ് എൻ്റെ സ്പോട്ട്. ഈ ഷെൽഫാണ് എൻ്റെ മെയിൻ സ്പോട്ട്. സോ ഇനി ഒറിജിനലായിട്ട് ഞാൻ കുളിക്കാൻ പോവാം. ഓക്കെ. അപ്പം ഞാൻ കുളിച്ച് വന്നിട്ട് നമുക്ക് കാണാം. ഷിജിയേട്ടൻ ഒരു 9:30 കഴിയും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യട്ടെ. ഹലോ ഡിയേഴ്സ്, ഇപ്പം സമയം 9:15. നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ടാവും. സോ അത് വച്ചിട്ട് വിളിക്കാൻ പോവാം. ഏഷ്യാനെറ്റ് മൂവിയിൽ പ്രേമലുണ്ട്. നെറ്റ് സ്ലോ ആണല്ലോ. കൊള്ളാം. നമുക്ക് ബിഗ് ബോസ് വയ്ക്കാം. അപ്പോൾ ഇതും വെച്ചിട്ട് ഞാൻ എൻ്റെ പണികളെടുക്കാം കേട്ടോ. ഗായ്സ്, ഷിജിയേട്ടൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഒന്നുമില്ല ഗായ്സ്, പുറത്തുള്ള ഒരാൾ വന്നായിരുന്നു. ഷിജിയേട്ടൻ വരുന്നതിന് മുമ്പേ
രാവിലെ ഉണ്ടായ തുണി ഒക്കെ മടക്കി വെച്ചു. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ നല്ല വിശപ്പെട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ബ്രൊക്കോളി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എനിക്ക് അതിഷ്ടമായില്ല കണ്ടപ്പോൾ. അപ്പോൾ അതൊക്കെ നേരെ ഡസ്റ്റ്ബിന്നിലിട്ടു. മീൻ കുഞ്ഞനാവൂലി പൊരിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കി ഇനി പൊരിച്ചെടുക്കാം. ചേട്ടൻ നല്ല വിശപ്പും കൊണ്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. സോ ആവോലി പൊരിച്ച് എടുക്കാം. ചൂടാവട്ടെ. അപ്പോൾ രാവിലെ കാണിച്ചെന്ന ചോറ്, ബാക്കിയുള്ള ചോറ് അത്ര മതിയാവുമായിരിക്കും. പിന്നെ എന്താ, മോരുകറി, അതിൻ്റെ കൂടെ മീൻ പൊരിച്ചത്. ഇതാട്ടോ ഇന്നത്തെ ഡിന്നർ. അപ്പം ഞാനിതിൽ മീൻ പൊരിച്ച മാത്രമേ കഴിക്കൂ, കാരണം ഞാൻ ഡയറ്റിലാണല്ലോ ഗൈസ്. സോ നമ്മൾ ശുദ്ധമായ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു. ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ ഈ വെളിച്ചെണ്ണ ഉപയോഗം കൂടുതലാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ അല്ലേ ഗൈസ്? നിങ്ങൾ പറ. അങ്ങനെ നമ്മൾ ആദ്യത്തെ മീൻ വെക്കുകയാണ്. മീൻ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. ഇതിൽ കൊള്ളുമോ? ഇനി അടുത്ത വയ്ക്കുന്നു. ആൾക്കാർ വേഗം മറച്ചിടാൻ കിട്ടുന്നതാണ്. ഓക്കെ, മീൻ മാറ്റണം. ഒന്നുകൂടെ ഉണ്ട്, അത് നമുക്ക് ഇവിടെ കുഴിക്കാം. ഓക്കെ, ഇത് സ്ലോലി പൊരിഞ്ഞ് വരട്ടെ. ഗ്യാസ് ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്ത് പൊരിയട്ടെ. അയ്യോ, പാത്രം കഴുകാം. അതല്ലാണ്ട് നമ്മൾ മുളകുള്ള ചെറിയ മുളകായിരിക്കും. അപ്പോൾ പിന്നെ കഴുകാം, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് എക്സോസ്റ്റ് ഉണക്കി കൊടുക്കാം, അല്ലെങ്കിൽ മണം മൊത്തമാവും. പിന്നെ സ്ലോ ആയിട്ടാവട്ടെ. ആയിട്ട് ശരിയായിട്ട് വന്നു. ഞാൻ വീഡിയോ എടുക്കുക. ഞാൻ നേരത്തെ അപ്പുറത്ത് ആരോ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളാന്ന്. അപ്പുറത്ത് ആരോ വന്നപ്പോൾ ഞങ്ങളാന്ന്. എന്ത് പോലെ മനുഷ്യ. ഇനിയൊന്ന് മറിച്ചിട്ട് വെക്കാം, കാരണം ഇനി വേഗം ആവണം. ചേട്ടൻ വിളിച്ച് വരുമ്പോഴത്തേക്ക് അക്ബർ പുറത്താവോ? ഇല്ലല്ലോ. നിങ്ങൾ എവിടുന്നാ കണ്ടേ? ഓക്കെ, ഒരു ഇച്ചിരിയും കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ടോ അറിയാവുന്നില്ല കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് കാണട്ടെ, അപ്പോഴത്തേക്കും ബാക്കിയും സെറ്റാവും. ഒക്കെ ഞാൻ അലക്കി. ഷിജേട്ടാ എല്ലാം ഇടേണ്ട സ്ഥലത്ത് തന്നെ ഇടുക. ഓക്കെ, ആദ്യമായിട്ടല്ലല്ലോ നിങ്ങൾ ഡ്രസ്സ് ഇടുന്നത്, ഒന്ന് തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഓ, വീഡിയോ ആണായിരുന്നല്ലേ. അപ്പം ഞാൻ പോസ് ചെയ്യാം. ചോറ്, മോരുകറി, പിന്നെ പൊരിച്ചത്, ഇതെനിക്കുള്ള മോര്. ഓക്കെ, മോരുകറി. പിന്നെ ഇതാ എനിക്കുള്ള ഫിഷ്. ഇപ്പോൾ ചേട്ടൻ കുളിച്ച് വരും. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് തുണി അറിയിടാനുണ്ട്. പിന്നെ തുണി അറിയിട്ട് കഴിഞ്ഞ് കിടക്കുന്നതായിരിക്കും വീഡിയോയുടെ എൻ്റെ. ഓക്കെ, അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് തീരുന്നതായിരിക്കും.
മീനിൻ്റെ തലഭാഗമൊക്കെ എൻ്റെ കഴിക്കുക കേട്ടോ. അത് ഞാൻ കഴിക്കില്ല. ചോറ് അവിടെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹേയ് ഗൈസ്, അപ്പോൾ ഞാൻ തുണി ആറിയിടാൻ വന്നിരിക്കുകയാണ്. അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തോ. തുണി ആറിയിടാം. ബൈക്ക് എടുക്കാൻ അടുക്കൂടെ കൂടെ പോയിട്ട് വേണം ഇടാൻ. ഭഗവാൻ. ഹേയ് ഗായ്സ്, പിന്നെ അമ്മേ തുണിയൊക്കെ ഇട്ട് വന്ന് ഇനി പ്രത്യേകിച്ച് പണി ഇനി നമ്മൾ ഉറങ്ങാൻ നോക്കണം. അപ്പോൾ ബിഫോർ ഉറങ്ങൽ നമ്മുടെ സ്കിൻ കെയർ എന്താണെന്ന് മനസ്സിലാക്കാം. ഐ തിങ്ക് യു മസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എന്താ ചെയ്യാറാണ്. അതിൻ്റെ നമ്മുടെ സ്മേഡ് യൂസിങ് സീറം കോൾസെറക്സിൻ്റെ ആണ്. അത് ഇങ്ങനെടുക്കുന്നു ഓക്കെ. എന്നിട്ട് നമ്മൾ ഗ്ലാസി സ്കിന്ന് വരും. ഗ്ലാസി സ്കിൻ ഏത് കാലത്താണോ ലാസ്റ്റ് നമ്മൾ തുണി തേക്കുക. സൺഡേ ആണല്ലോ, അതായത് നാളെ. അപ്പം നമ്മൾ എന്താ, ഞാൻ അധിക സാറ്റർഡേസിൽ ചെയ്യുന്നതാണ്. അധിക ദിവസവും കേട്ടോ ചെയ്യുന്ന കാര്യമാണ്. സാറ്റർഡേസ് മാത്രമല്ല. വ്യക്തമായിരിക്കുന്ന ചിക്ക് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പാർട്ടിഷൻ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടും. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിനെ ഫുൾ ചിക്ക് പോക്കിയിടുക. ഇങ്ങനെ വേദന ഉണ്ടോ നല്ല ചെയ്യും അഞ്ചോ. ഞാനേ മര്യാദയ്ക്ക് ചിക്ക് നോക്കിയിട്ട് വരാം. കാരണം വെറുതെ എന്തെങ്കിലും ലാഗടിപ്പിക്കുന്നത്. ഞാൻ മുടിയിൽ ചിക്കൊക്കെ പോയി കൊണ്ട് കണ്ടില്ലേ സ്മൂത്തായിട്ട് സെറ്റായിട്ട് നോക്കിയേക്കാം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത്, മുടി നമ്മൾ പിന്നീട് അത് ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. ചെറുപ്പത്തിന് രാത്രി കിടക്കും അമ്മ പറയും പിരിച്ചിട്ട് കിടക്ക്, അപ്പോൾ നല്ലതാണ്. അങ്ങനെ നമുക്ക് പിരിച്ചിടാം, മടങ്ങിടുക. അങ്ങനെ ഓരോ നാട്ടിലും ഓരോന്നാ പറയുക. എൻ്റെ നാട്ടിൽ പിരിച്ചിടുക എന്നട്ടോ, അതെ പിരിച്ചിടുക. ഇങ്ങനെ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ രണ്ടു ഭാഗത്തും കൂടെ കട്ടി ഒരു ഭാഗത്തുണ്ടായി. എനിക്ക് അങ്ങനെ ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് മുടി മുറിച്ചതാണ്. അല്ല, ഇവിടം വരെ ആക്കിയെന്ന് തോന്നുന്നു. അതിനുശേഷം മുടി എന്നോട് അത്ര നല്ലതല്ല. മുടിക്ക് തോന്നി ആഹാ ഇവിടെ തന്നെ മുറിച്ചതല്ലേന്ന്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല അതേപോലെ. പിന്നെ ഓക്കെ, നമ്മളുള്ളതുകൊണ്ട് സ്വന്തമായിട്ട് നശിപ്പിച്ചതല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് ഓണം പോലെ പോകുന്നു. ഓക്കെ, എന്ത് പറയാനും. നരച്ചു മുടിയുണ്ട് ഇവിടെയൊക്കെ. അയ്യോ, എന്താവില്ല അവസ്ഥ. മുട്ട കുടജാത്രി തലമഞ്ഞു പോലും പ്രണയം തഴുകും എന്നെ പുണരും രാഗസാന്ദ്രമായി പ്രണയം മുലപ്പച്ച പൂമഞ്ഞ തഴുകി കലോടുന്ന കാറ്റിനുമുണ്ടൊരു പ്രണയം കുസൃതി. അറിയില്ല, ഒരു മുളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്, സുഖമാണ് കേട്ടോ. ലിറിക്സും ടൂണും ആ നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നൗ ഐ എം റെഡി ടു സ്ലീപ്പ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ.